നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഏറെ നാളുകളായി അസ്വസ്ഥനാണ്. ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളിൽ പലതും തന്നെ അറിയിക്കാതെ, തൻ്റെ ഓഫീസിനെ അറിയിക്കാതെ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. താൻ ഒരു കളിപ്പാവയായി തന്നെ യൂസ് ചെയ്യുകയാണ്. അതായത് തൻ്റെ സംശുദ്ധ രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ ഇത്രയും അധികം അപമാനം സഹിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് പറയാതെ പറയുന്നത്. ഇന്ത്യയിൽ രാജ്നാഥ് സിംഗ് പാർലമെൻറ്റിൽ MP ആയിരിക്കുമ്പോൾ ഒന്നുമല്ലാതായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ് എന്നിവരൊക്കെയാണ് അദ്വാനിയുടെ കൂടെ വിശ്വസ്തരായി നിന്ന നേതാക്കൾ. അദ്വാനി അവരെ നരേന്ദ്രമോദിക്ക് വേണ്ടി പിണക്കേണ്ടി വന്നു. അദ്വാനിക്കെതിരെ രാജ്നാഥ് സിംഗ് നിലയുറപ്പിച്ച് നിന്ന കാലഘട്ടം വരെയുണ്ട്. രാജ്നാഥ് സിംഗിന് രാജിക്കത്ത് എഴുതിക്കൊണ്ട് ഞാൻ BJPയുടെ എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി എന്ന് അദ്വാനി എഴുതിയപ്പോൾ അദ്വാനിയെ കൊണ്ട് ആ രാജിക്കത്ത് മാറ്റി എഴുതിപ്പിച്ച് അദ്വാനിയെ വരുതിക്കാക്കാൻ വേണ്ടി രാജ്നാഥ് സിംഗ് ഏറെ പണിപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി NDA ഉയർത്തിക്കാട്ടാൻ അന്നത്തെ BJPയുടെ ദേശീയ അധ്യക്ഷനായ രാജ്നാഥ് സിംഗ് നടത്തിയ ശ്രമകരമായ നീക്കങ്ങളൊക്കെ നമുക്കറിയാം. അത് ഒടുവിൽ തൻ്റെ തന്നെ അധികാരം എടുത്തു കളയാൻ സാഹചര്യം ഒരുക്കുമെന്ന് ആ മനുഷ്യൻ കരുതിയതേയില്ല. ഇപ്പോൾ വിദേശകാര്യ നയങ്ങൾ നോക്കൂ. ഇസ്രയേലുമായിട്ടുള്ള സഹകരണം, അതല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള സഹകരണമൊക്കെ വലിയ തോതിൽ ഇന്ത്യക്ക് കുഴപ്പം വരുത്തി വെക്കുകയാണ്. വാസ്തവത്തിൽ റഷ്യയുമായും ഇറാനുമായുമാണ് ഇന്ത്യ കൂടുതൽ അടുക്കേണ്ടത്. ഈ പറയുന്ന ഇസ്രയേലുമായി ഇന്ത്യ അടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇറാനാണെങ്കിൽ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ്. ഇറാനിൽ നിന്നും വലിയ സാഹചര്യങ്ങളിൽ സഹായങ്ങൾ ഇന്ത്യക്ക് നേടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇറാനിൻ്റെ എണ്ണ പലപ്പോഴായി കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് നൽകുന്നത് ആ സാഹോദര്യത്തിൻ്റെ പേരിലാണ്. നിരവധി കരാറുകളുമുണ്ട്. എന്നാൽ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഒരു പാഴ് രാജ്യമാണ്. വെറും നെറികെട്ട, ഒരു രീതിയിലുള്ള മോറൽ വാല്യൂം ഇല്ലാത്ത നെറികെട്ട തെമ്മാടിയായ ബെഞ്ചമിൻ നെതന്യാഹു എന്ന വെറും തെരുവ് ഗുണ്ടയുടെ വലിയ തോതിലുള്ള തെമ്മാടിത്തരവും അതുപോലെ തന്നെ തിണ്ണമെടുക്കും ഇന്ത്യ പോലൊരു രാജ്യം, നമ്മുടെ മഹത്തായ പാരമ്പര്യം വഹിക്കുന്ന രാജ്യം അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട, പുല്ല് വലിച്ചെറിയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല നരേന്ദ്രമോദി എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. നമ്മുടെ രാജ്യത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. പേർഷ്യൻ സംസ്കാരവുമായി നമ്മുടെ രാജ്യത്തിന് അഭേദ്യകരമായിട്ടുള്ള ബന്ധമുണ്ട്. മുഗൾ സാമ്രാജ്യത്വം ഇന്ത്യയിൽ ശക്തമായി ഭരിച്ചിരുന്ന കാലത്ത് നമുക്ക് കൃത്യമായി പേർഷ്യയുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ആ ബാന്ധവം, അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഒടുങ്ങാത്ത സഖ്യം ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളായിട്ട് അതിനെ തല്ലിക്കെടുത്തരുത് എന്ന അഭിപ്രായമുള്ള ആൾ തന്നെയാണ് രാജ്നാഥ് സിംഗ്.